ഹലോ എവരിവൺ, എൻ്റെ പേര് ആർച്ച. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ലൈഫ്ലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെയാണ്. നമ്മുടെ സ്റ്റോർ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മോളിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് റോഡിലാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ ഹോം ഡെക്കറിങ് ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലൈഫ്ലി കമ്പനി അവരുടെ ഫിസിക്കൽ സ്റ്റോറാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹോം ഡെക്കറിങ് ഐറ്റംസ്, ബ്ലൈൻഡ്സ് ഇൻക്ലൂഡിങ് ഫർണിച്ചേഴ്സ്. ലൈഫ്ലിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് സർവീസസിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇനിയാണ് നമ്മൾ ലൈഫ്ലിയുടെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ടായിട്ടുള്ള ബ്ലൈൻഡ്സിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് നമുക്ക് ബ്ലൈൻഡ്സിൻ്റെ എല്ലാ കാര്യത്തിലും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ആണ് നമുക്കുള്ളത്. അതേപോലെയുള്ള സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് പ്രിന്റഡ് ബ്ലൈൻഡ്സ് ആണ്. ഇത് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് അവരുടെ കസ്റ്റമൈസേഷൻ പ്രകാരം ഏത് പ്രിന്റ് വേണോ അതൊരു HD ക്വാളിറ്റിയിൽ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ച് നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ബ്ലൈൻഡ്സിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത് പെൽമെറ്റ് ആണ്. പെൽമെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സ്ട്രിങ് ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 6 ഗിയർ ആണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ കാണാൻ നമുക്ക് ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റക്ക് ആവുന്നത്, അങ്ങനെ യാതൊരുവിധ ഇഷ്യൂസും നമ്മുടെ ബ്ലൈൻഡ്സിന് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ വെറൈറ്റി ഓഫ് ഡിസൈൻസ് വരുന്നുണ്ട്, നമുക്കത് കാണാം. ഇതൊരു റോളർ ബ്ലൈൻഡ് ആണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ മോഡലാണ് സീബ്ര പ്രിന്റഡ് മെറ്റീരിയലിൽ വരുന്നത്. ഇതിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്? ഇത് നമുക്ക് ബ്ലാക്ക് ഔട്ടിലും വരുന്നുണ്ട്, സെമി ബ്ലാക്ക് ഔട്ടിലും വരുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് ഇടുകയാണെങ്കിൽ കൂടി നമുക്കൊരു സൺലൈറ്റിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും സൺലൈറ്റ് കിടക്കത്തില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ നോർമൽ വെളിച്ചം കിട്ടും. ഇത് ബ്ലാക്ക് ഔട്ടിലും ചെയ്യാം, സെമി ബ്ലാക്ക് ഔട്ടിലും ചെയ്യാം. ഓക്കെ. ഇതിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോസ് അങ്ങനെ എന്ത് വേണം നമുക്കിപ്പോൾ കസ്റ്റമർ തരുന്ന ഏത് ഫോട്ടോയും നമുക്ക് ഇതിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ സീബ്രയിലും പിന്നെ ആ റോളറിലും നമുക്ക് ആ ഒരു ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രൈസ് വരിക നമുക്ക് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വൈസ് ആയിട്ടാണോ? അതെ. ഇതിപ്പോ നമുക്ക് ലെങ്ത് ഇപ്പൊ നമുക്കൊരു 250 സെന്റിമീറ്റർ വരെ നമുക്ക് വിഡ്ത്ത് ചെയ്യാം. അതിന്റെ ഹൈറ്റ് വരുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും സെന്റിമീറ്റർ ഹൈറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്ക്വയർ ഫീറ്റിനനുസരിച്ച് നമ്മൾ ആ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് മോഡൽ വരുന്നത് റോമൻ ആണ്. ഈ റോമൻ ബ്ലൈൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ ഫാബ്രിക്കില് മറ്റേ കട്ടൻസിന്റെ ഒക്കെ ഫാബ്രിക്കില് ആ ഫാബ്രിക് കൊണ്ട് നമുക്ക് ഈ റോമൻ ചെയ്യാൻ പറ്റും. പിന്നെ റോളറിന്റെ ഫാബ്രിക്കിലും ഈ റോമൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ നോർമലി ഇങ്ങനെ പോകുന്ന ടൈപ്പ് അല്ല, ഇങ്ങനെ മടങ്ങി പ്ലീറ്റഡ് ആയിട്ട് പോകുന്ന ടൈപ്പാണ് റോമൻ വരുന്നത്. ഓക്കെ. ഭയങ്കര ക്ലാസി ആയിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതും ഇതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യണ ക്ലോത്ത് അല്ലെങ്കിൽ ആ കളർ അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നൊരു മോഡല് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് സീബ്രയില് നമുക്ക് ഡിസൈൻസ് വരുന്ന ഒരു ലീഫ് ക്യാമൽ എന്ന് പറഞ്ഞൊരു ഡിസൈനാണ് ഇത് വരുന്നത്. ഓക്കെ. ഇത് നോർമൽ സീബ്രയാണ്, സെമി ബ്ലാക്ക് ഔട്ട് ആണ് ഇത് വരുന്നത്. ഓക്കെ. സെമി ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ക്ലോസ് ചെയ്ത് ഇടാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൺലൈറ്റ് ഇതിൽ ചെറുതായിട്ട് ലൈറ്റ് പാസേജ് ഉണ്ടായിരിക്കും, കംപ്ലീറ്റ്ലി ഉണ്ടായിരിക്കില്ല. ഓക്കെ. അപ്പൊ ഇത് ഓരോന്നും നമ്മൾ എവിടെയൊക്കെയാണോ യൂസ് ചെയ്യാൻ പോകുന്നത് അതനുസരിച്ച് ഓക്കെ. അപ്പൊ അതനുസരിച്ചുള്ള ഗൈഡൻസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവരെ അറിയാത്ത ഒരാൾ വരുമ്പോ എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പോയിട്ട് മെഷർമെന്റ് എടുത്ത് ഫിക്സിംഗ് റേറ്റും കൂടിയിട്ടാണ് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഓക്കെ. അപ്പോ ഇത് ഏതായിരുന്നു മോഡൽ വരുന്നത്? ഇത് ഫുൾ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വെളിച്ചം ഉള്ളിലേക്ക് കിടക്കത്തില്ല. ഓക്കെ. അപ്പൊ നമുക്ക് വെളിച്ചം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആവുന്നതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഇടാണെന്നുണ്ടെങ്കിൽ നോർമൽ വെളിച്ചം അടിക്കും. ഓക്കെ. ഇത് സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ്, പക്ഷെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഫ്ലോറൽ ഡിസൈൻസ്, അതായത് പൂക്കളുടെ ഡിസൈൻസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പാണ്. സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് സെയിം. ഇതും സെയിം സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ്. നമുക്ക് ഓരോരോ ഡിസൈൻസും കാര്യങ്ങളും മാറ്റം വരുന്നുള്ളൂ. ഒരു ജാക്കോഡ് എന്ന് പറഞ്ഞൊരു ഡിസൈനാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നത് ഇതൊരു സ്റ്റിച്ചഡ് പ്രിന്റഡ് ടൈപ്പാണ്. അതെ, എംബ്രോയിഡറി വർക്കാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. നമുക്ക് പല ഡിസൈൻസ് നമ്മുടെ കാറ്റലോഗിൽ പല ഡിസൈൻസ് റെഡ്, ഗ്രീൻ ഏത് കളറിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ ഡിസൈൻസ് വരുന്നില്ല, ഈ എംബ്രോയിഡറി വർക്ക് വരുന്നത്. പിന്നെ ഇത് ഒരു കട്ട് ഫ്ലവർ എന്ന് പറഞ്ഞൊരു ഡിസൈനാണ്. ഇതിന്റെ ഒരു മറ്റേ സീബ്രേനേക്കാളും ഒരു വ്യത്യസ്തമായൊരു ഒരു ഈ ഷെയ്ഡിലാണ് സൺലൈറ്റ് കിടക്കുക. ഇങ്ങനെ നമ്മൾ ഫുള്ളി ക്ലോസ് ചെയ്ത രീതിക്ക് ഇത് വരും. കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡിമോട്ട് ക്ലൗഡ്, ഒരു ക്ലൗഡ് ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ്. ഓക്കെ. ഇപ്പൊ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയി. ഓക്കെ.
പിന്നെ ഇതൊരു ട്രിപ്പിൾ ഷെയ്ഡ്, ഇതിന്റെ സൈഡിൽ നോക്കണോ ശരിക്കും നമുക്ക് മനസ്സിലാവാം. ഒരു 3 ഷെയ്ഡായിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് ഫുള്ളി മുകളിലേക്ക് ഇത് ഇങ്ങനെ കയറ്റിയിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ള് ഇറക്കിയിട്ടിട്ട് ഇങ്ങനെ സൺലൈറ്റ് പാസേജിൽ ഞാൻ തുറന്നോളാം. മൊത്തത്തിലൊരു 3D എഫക്റ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഈ ബ്ലൈൻസിന്റെ പേരാണ് വെർമൻ. ഒരു വുഡൻ കളർ ടച്ചില് ഫുള്ള് ഇങ്ങനെ നമുക്ക് കയറ്റിയിടാം. അല്ലെങ്കിൽ താഴത്തേക്ക് ഫുള്ളാക്കിയിട്ട് സൺലൈറ്റ് പാസേജിന് വേണ്ടി ഇങ്ങനെ തുറന്നിടാം. ഓക്കെ, നൈസ്. ഇതൊരു വുഡൻ ബ്ലൈൻഡ്സ് ആണ്. ഇതിപ്പോൾ ഈ കാണുന്ന ഈ ഷെയ്ഡ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഷെയ്ഡ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ചെയ്യാം, ഈ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഫ്ലോറൽ ഡിസൈൻസിൽ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് മുകളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കായി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ഫുള്ള് തുറക്കാനും പറ്റും. പിന്നെ ഈ ഒരു സൈഡിലും ഒരു സ്ട്രിങ് വരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ തുറന്നിടാൻ പറ്റും. ഇപ്പോൾ സൺലൈറ്റ് പാസേജിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ തുറന്നിടാൻ പറ്റും. ഇതിനെ വെനീഷ്യൻ എന്നാണ് പറയുക. ഇത് നമ്മൾ മെയിൻലി കിച്ചണിലാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ വെള്ളമൊക്കെ ആവുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതും നമുക്ക് സെയിം അതുപോലെ തന്നെ കുറേ ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ഈ കളേഴ്സിൽ നമുക്ക് ഏത് കളേഴ്സിൽ വേണമെങ്കിലും ഇത് ഫുള്ള് ചെയ്യാനും പറ്റും. PVC ബ്ലൈൻഡ്സ് ആണ് ഈ വരുന്നത്. നമ്മളിത് മെയിൻലി ഔട്ട്ഡോർ യൂസസിനാണ് ഉപയോഗിക്കുക. അതെ, പുറത്ത് ഇപ്പോൾ സൺലൈറ്റ് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പുറമെയാണ് യൂസ് ചെയ്യുക. മഴ ഇത് കൊണ്ടാലും പ്രശ്നമില്ലാത്ത ടൈപ്പാണ് PVC ടൈപ്പ്. ഇത് മെയിൻലി നമ്മൾ ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ശരിയും. ഫുള്ളായിട്ട് നമുക്ക് ഇതിങ്ങനെ വലിച്ചെടുക്കാനും പറ്റും. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട ബ്ലൈൻഡ്സിനൊക്കെ മുകളിൽ പെൽമെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇനി കാണാൻ പോകുന്നതിന് പെൽമെറ്റ്സ് ഇല്ല. പെൽമെറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ഇതിന് ഈ റോളർ പ്രിന്റഡ് വിത്തൗട്ട് പെൽമെറ്റ് ആണ് വരുന്നത്. രണ്ടിലും ചെയ്യാം, നമുക്ക് പെൽമെറ്റിലും ചെയ്യാം, പെൽമെറ്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും ഈ മെറ്റീരിയൽ. നൈസ്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലോറൽ ഡിസൈൻസ് ഏതാണോ അത് നമുക്ക് അതിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ റോമൻ ചെയ്തതാണ് അടുത്ത് കാണാൻ പോകുന്നത്. ഒരു നമ്മൾ നേരത്തെ കണ്ടില്ല റോമൻ, ഈ മെറ്റീരിയൽ നമുക്ക് റോമൻ ചെയ്തതാണ്. ഞാൻ മടങ്ങി പോണ ഒരു ടൈപ്പ്. അതെ, അപ്പൊ നമുക്ക് ഇതിൽ മെറ്റീരിയലിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ടൈപ്പ് നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണ്. ബ്യൂട്ടിഫുള്ളി ഇത് ഫോൾഡഡ് ആയിട്ട് മുകളിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് അടുത്തത് വരുന്നതാണ് ഹണികോംബ് വിത്ത് മോസ്കിറ്റോ ആണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇത് മെയിൻലി വിൻഡോസിൽ യൂസ് ചെയ്യണതാ. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ AC ക്കുള്ള വീടൊക്കെ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഫുള്ളി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ AC ക്കൊന്നും പുറത്തേക്ക് പോകാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സൺലൈറ്റ് അങ്ങനെ കാറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് തുറന്നിട്ട് കഴിഞ്ഞാൽ മോസ്കിറ്റോ പോലെ വർക്ക് ചെയ്യും. പിന്നെ ഇതിന്റെ ക്ലീനിങ്ങും ഭയങ്കര ഈസിയാണ്. നമുക്ക് ഡസ്റ്റർ വെച്ച് നോർമലി ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നതാണ് വെർട്ടിക്കൽ ഹണികോംബ് ആണ് ഈ ഇത് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് മുകളിലേക്ക് താഴത്തേക്കുള്ള ഒരു ആക്ഷനാണ് ഇതിൽ വരുന്നത്. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ ബ്ലൈൻഡ്സ്. ഇത് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ആയിരിക്കും. അതെ, മെഡിക്കൽ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഓപ്പൺ ആയിട്ട് ഇതൊരു മാഗ്നറ്റ് ആണ്. ഇതിന്റെ സെൻട്രൽ മാഗ്നറ്റ് ആണ്. ജസ്റ്റ് ഇപ്പോൾ തുറന്നു വന്നാൽ കൂടി തന്നെ അത് ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റ് നടുവിലൊട്ടി കിടക്കും. ഇത് നമ്മള് സാധാരണ ബ്ലൈൻഡ്സ് ആണ്. അപ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണോ കൺട്രോൾ ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. അടുത്തതാണ് ആന്റി പ്രൈവസി പ്ലസ് PVC ബ്ലൈൻഡ് ആണ് വരുന്നത്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഡോർ ടൈപ്പ് ആണ്. നമ്മൾ ഡോറിലേക്കാണ് ചെയ്യുക. ഡോറിന്റെ പുറമെ ബാക്കിലേക്കായിട്ട് ചെയ്യുന്ന ടൈപ്പാണ്. ഓക്കെ, അതിന് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലുള്ള അലുമിനിയം ടൈപ്പ് അവിടെ വരുന്നത്. ഓക്കെ, ഇത് അലുമിനിയം ഫോൾഡിംഗ് ഡോർ ആണ് വരുന്നത് അല്ലേ? ഇങ്ങനെ. ഓക്കെ ഓക്കെ, ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അലുമിനിയം ടൈപ്പ് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഈ ഒരു കമ്പയർഡ് ടു ദാറ്റ് ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ അടുത്തത് വരുന്നത് മോസ്കിറ്റോ നെറ്റ് ഡോർ ടൈപ്പ് ആണ്. ഇത് നമുക്ക് വിൻഡോസിലും ഡോറിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ ടൈപ്പ് ആയിട്ടും ചെയ്യാം, ഫിക്സഡ് ആയിട്ടും ചെയ്യാം. മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്ന ഒരു നമുക്ക് വിൻഡോസ് ഒക്കെ ഇപ്പൊ ചില സമയത്ത് തുറന്നിട്ടാ മതിന്നുണ്ടെങ്കിൽ ആ ഡോർ ടൈപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ സ്ലൈഡിങ് വരുന്നുണ്ട്. ഡോർ ടൈപ്പ് ഡോർ ആയിട്ടും ചെയ്യാം, ഫിക്സഡ് ആയിട്ടും ചെയ്യാം. ഇതൊരു മോസ്കിറ്റോ സ്ലൈഡ് ടൈപ്പ് ആണ് വരുന്നത് അല്ലേ? ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് മൂവ് ചെയ്യിക്കാൻ പറ്റും കേട്ടോ. അതാണ് വേറൊരു കാര്യം. അപ്പൊ നമ്മളിന്ന് ലൈഫ്ലിയിലെ കുറച്ച് ഫർണിച്ചേഴ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആഷിഖാണ്. ഹലോ ആഷിഖ്.
ഹായ്. അപ്പൊ ഈ സോഫേനെ പറ്റി നമുക്ക് എന്താ പറഞ്ഞു തരാനുള്ളത്? ഇതൊരു 3 സീറ്റർ പ്ലസ് ലോഞ്ചർ സോഫയാണ്. ഓക്കെ. ഇത് നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യുന്ന ഒരു ഹിമാലയൻ ക്ലോത്ത് എന്ന് പറഞ്ഞൊരു ക്ലോത്ത് ആണ്. ഇത് നമുക്ക് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഓക്കെ. നമ്മൾ മെയിൻലി പില്ലോസിൽ റെക്രോൺ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുന്ന കുഷ്യൻ ഒരു ഫോം ടൈപ്പ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് വുഡ് വരുന്നത് ട്രീറ്റഡ് മഹാഗണി വുഡ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ വാറന്റി ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇതൊരു 10 years നമ്മൾ വാറന്റി പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് കളേഴ്സ് ഓപ്ഷൻ ഉണ്ടോ? അതെ, ഇത് ഗ്രേ അതുമാതിരി ഏത് കളറിൽ വേണമെങ്കിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഹിമാലയൻ ക്ലോത്ത് തന്നെയാണ്. അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത്. ഇതൊരു 3+2 സീറ്റർ എന്ന പോലെയാണ് വരുന്നത്. ഓക്കെ. ഇതിന്റെ ഷേപ്പിനും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഇതൊരു കാഷ്യൂനട്ട് ഷേപ്പിലാണ്, ആ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിംഗ് റൂമിലൊക്കെ ഒരു കുറച്ച് സ്പേസ് ഇല്ലാതെ ലിവിംഗ് റൂമൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ്. ഈ സോഫയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാം. ഇതൊരു 2 സീറ്റർ, പിന്നെ 2 സിംഗിൾസ് ആണ് ഇതിന് വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടം ഈ ഒരു കളറിനോടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. എനിക്കിത് കുറച്ച് എസ്തെറ്റിക് ആയിട്ട് തോന്നി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഇതിൽ യൂസ് ചെയ്യുന്നത് വുഡാണ്, ട്രീറ്റഡ് മഹാഗണി എന്നാണ് ഈ വുഡിന്റെ പേര് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് പ്രകാരം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റുമോ? ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വരുന്നത് ഫ്ലോറൽ ഫാബ്രിക് തന്നെയാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ പിന്നെ ഈ ട്രീറ്റഡ് മഹാഗണി എന്ന് പറഞ്ഞല്ലോ, അതെന്തോ സംഭവം? അത് പറഞ്ഞാൽ നമ്മുടെ വുഡിൽ ഓൾറെഡി ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടാവുമല്ലോ, അത് ഫുള്ളി കംപ്ലീറ്റ്ലി അതൊന്ന് ട്രീറ്റ് ചെയ്ത് സീസണിങ് ചെയ്ത് കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യണതാണ്. അപ്പൊ ഇങ്ങനത്തെ ചെതലിരിക്കുക അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഈ മരത്തിന് ഉണ്ടാവത്തില്ല. ഓക്കെ. അപ്പൊ ഈ നോർമലി ഉള്ള വുഡൻ ഫർണിച്ചേഴ്സിന് വരുന്ന കംപ്ലൈന്റ്സ് ഒന്നും വരാനുള്ള സാധ്യത വരത്തില്ല. അപ്പൊ ഇതിനും മറ്റേ വാറന്റീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണോ? സെയിം വാറന്റി 10 years ആണ് നമ്മുടെ ഇതിന് വാറന്റി. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഇതിൽ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു സോഫയാന്ന് തോന്നുന്നു ഇത്. അതെ, ഇതിൽ കൂടുതലും വുഡാണ് ഇതിൽ യൂസ് ചെയ്തത്. മെജോറിറ്റി ഇതിന്റെ വുഡാണ്. ഓക്കെ. ഇതും ട്രീറ്റഡ് മഹാഗണി തന്നെയാണ് ഈ വുഡ് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ വുഡും യൂസ് ചെയ്യുന്നത് ട്രീറ്റഡ് മഹാഗണി. മെജോറിറ്റി ഓഫ് ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ തേക്കിന്റെ വരുന്നുണ്ട്. മെജോറിറ്റി നമ്മൾ മഹാഗണിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 2 ചെയറും അതേപോലെ തന്നെ 2 സിംഗിളും ഒരു 2 സീറ്റർ സോഫയാണ് ഇതിൽ. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ ഒരു 4 സീറ്റർ ആണ് ഈ ഒരു സോഫ സെറ്റ് വരുന്നത്. ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ. പിന്നെ എന്റെ കുഷൻസ് വരുന്ന ഫോമാണ്, ബാക്ക് സൈഡും ഫോം തന്നെയാണ് ഇതിന്റെ വരുന്നത്. ഒരു ഡിഫറെന്റ് ഡിസൈനാണ് കൊടുത്തിരിക്കണെന്ന് തോന്നുന്നു. അതെ. കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് പോലെ ഉണ്ട്. നല്ല പെർഫെക്ഷൻ ഉണ്ട്. നമ്മളൊരു കോട്ടൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് ഇരിക്കുന്ന പോലെ ഉണ്ടല്ലോ കാണാനായിട്ട്. നല്ല രസമായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണല്ലോ ആഷിക ഈ സോഫ ഉള്ളത്. അതെ, ഇതൊരു വെൽവെറ്റ് ഫാബ്രിക് എന്നാണ് ഈ സോഫയുടെ മെറ്റീരിയൽ യൂസ് ചെയ്തത്. ഓക്കെ. ഒരു 3+2 സോഫയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് റൂമിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ആ ലുക്ക് നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നു. അതൊരു ലക്ഷറിയസ് ഫീലും ഇതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോഫയും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് തോന്നുന്നത്. നല്ല സ്ഥലമുണ്ട്. അതെ. പിന്നെ ഇതിന്റെ കുഷ്യൻ വരുന്നത് സ്പ്രിംഗ് ടൈപ്പ് ആണ്. നല്ല ആക്ഷൻ ഉള്ള കുഷൻ ടൈപ്പ് ആണ് വരുന്നത്. ഓക്കെ. ഇതിലൊരു മെറ്റൽ കാണുന്നുണ്ടല്ലോ. അതെ, ഇതില് വുഡ് അല്ല യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റൽ ടൈപ്പ്, ആ ഒരു ഫിനിഷിംഗ് വരുന്ന. ഓക്കെ. അപ്പൊ ഈ മെറ്റലിനാണോ അല്ലെങ്കിൽ എന്തിനാണ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സോഫയ്ക്ക്? നമുക്ക് സോഫയുടെ എല്ലാ മെറ്റീരിയൽസിനും വാറന്റി ഉണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടതില് വെച്ച് കളറിലും അതേപോലെ തന്നെ മെറ്റീരിയലിലൊക്കെ നല്ല ഡിഫറൻസ് വരുന്ന ഒരു സോഫ സെറ്റ് ആണ് ഇതെന്ന് തോന്നുന്നു. അതെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ഇതിന്റെ മെറ്റീരിയൽ യൂസ് ആവുന്നത്. ഒരു 3+2 സോഫയാണ്. അത്യാവശ്യം ബൾക്കി ആയിട്ട് ഫീലിംഗ് ആയിട്ട് തോന്നും. നമുക്ക് ലിവിംഗ് റൂമിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് ഉള്ള സ്ഥലത്ത് ഇടാൻ പറ്റിയ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്ക് തരുന്ന ഒരു സോഫയാണ്. നമ്മൾ ഇരിക്കുന്ന സമയത്തും എന്താ പറയാ നല്ല കുഷനിങ് ഉണ്ട് ഇതിന്. അതെ അതെ. അപ്പൊ ഇതിലെങ്ങനെ മെറ്റൽ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് വുഡ് ആണോ? ഇതിൽ മെറ്റൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. താഴെ വരുന്നത് മെറ്റലാണ്, ഉള്ളിലാണ് മറ്റേ വുഡ് ചെറിയായിട്ട് പ്ലൈവുഡിന്റെ അതിന്റെ ഒക്കെ ഇത് വരുന്നത്. ഓക്കെ. അപ്പൊ വുഡ് ആണെന്നുണ്ടെങ്കിൽ വുഡ് എന്തായാലും താഴെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ളിലായിരിക്കും വരാം. ഓക്കെ. ഉള്ളിൽ അപ്പൊ വുഡ് ആണ് വരുന്നത്. ഓക്കെ ഫൈൻ ഫൈൻ. അപ്പൊ അതിനും വാറന്റിയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. സെയിം തന്നെ. ഓക്കെ. താങ്ക് യു. വളരെ സുഖമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. അതായത് നെക്കിനൊക്കെ നല്ലൊരു റിലാക്സിങ് പൊസിഷൻ കൊടുക്കുന്ന ഒരു സോഫയാന്ന് തോന്നുന്നു. ഇരുന്നപ്പോ തന്നെ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് തോന്നുകയാണ്. ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എങ്ങനെയാ വരുന്നത്? സെയിം മെറ്റീരിയൽ ആർട്ടിഫിഷ്യൽ ലെതർ ആണ്. അടിയിൽ ഇത് വരുന്നുണ്ട്, മെറ്റൽ ടൈപ്പ് ആണ് വരുന്നത്. ഓക്കെ. ഇത് കുറച്ചും കൂടി എന്താ പറയാ കുഷൻ ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് നന്നായി സുഖമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സോഫയാണ്. ഒരു 3+2 ആണ് സോഫ. നല്ല ചങ്കി ആയിട്ട് തോന്നുന്നുണ്ട്. 3+2 വരെ നമുക്ക് നമ്മുടെ ലിവിംഗ് റൂമിൽ ഏത് സൈസിൽ വേണമെങ്കിലും ഇപ്പോ 160, 180 ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നീഡ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. വളരെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഡൈനിങ്ങിന്റെ ഏരിയയിലേക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ ആഷിക ഇവിടെയുള്ള കാര്യങ്ങള്. ഇത് നമുക്കൊരു ടോപ്പ് വരുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മാർബിൾ ടൈപ്പ് ആണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു മഹാഗണി, ട്രീറ്റഡ് മഹാഗണിയാണ് യൂസ് ചെയ്തത്. പിന്നെ എന്റെ ചെയേഴ്സ് ഒരു റോയൽ ഫീൽ ഒക്കെ തരുന്ന നല്ല കുഷൻ ടൈപ്പ് ഒക്കെ ഉള്ള ഒരു ചെയേഴ്സ് ആണ്. രണ്ടും സെപ്പറേറ്റ് ആണ്. അതായത് ഡൈനിങ് ടേബിൾ സെപ്പറേറ്റ്,
ചെയർ സെപ്പറേറ്റ് അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നീഡ് അനുസരിച്ച് ഇതിന് നീട്ടം കൂട്ടാനോ അത് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് വീതിയോ നീളോ എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്പേസ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് അക്കോർഡിംഗ് ടു ദാറ്റ്. ഓക്കെ. പിന്നെ ഈ ചെയറിന്റെ ടോപ്പ് ഡിസൈൻസ് ഒക്കെ ഉണ്ട്, മനസ്സിലായി, നല്ല രസമുള്ള ഡിസൈൻസ് ആണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതെ, ഒരു റോയൽ ലുക്ക്, നല്ല പ്രീമിയം ലുക്ക് ഒക്കെ നമുക്ക് ഡൈനിങ് ഏരിയസിന് കൊടുക്കാൻ പറ്റും. ഈ ഒരു മാർബിൾ, ഈ ഒരു ചെയറൊക്കെ അതിനനുസരിച്ച് ഇടാന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ ലെതറിന്റെ കളറൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ലെതർ ആണത്. ഓക്കെ ഓക്കെ. ലൈഫ്ലിയിൽ മെയിൻലി നമുക്ക് കട്ടിലുകളും അതേപോലെ തന്നെ ബെഡ്സും അവൈലബിൾ ആണ്. നമുക്ക് ബെഡ്സ് സുനിദ്ര, ഡ്യൂറോഫ്ലെക്സ്, അതേപോലെ തന്നെ പെപ്സിൻ്റെ ഒക്കെ ബെഡ്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളുടെ കട്ടിലുകൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ട്രീറ്റഡ് വുഡ് ആണ് വരുന്നത്. അപ്പോൾ അതിനുള്ള വാറൻറ്റി നമ്മൾ 5 years ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ട്രീറ്റഡ് മഹാഗണിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള മരങ്ങൾ പോലെ പൂതലിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചിതലരിക്കുക ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ ട്രീറ്റഡ് മഹാഗണി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫർണിച്ചേഴ്സിൽ വരുന്നതല്ല. മഹാഗണി ബേസ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ലെതറിൽ ഫുൾ കവറേജിൽ വരുന്ന ഒരു കട്ടിലാണിത്. ഇത് വരുന്നത് ഒരു ക്യൂൻ സൈസ് ബെഡാണ്. ഇതും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഫുൾ കവറേജിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ലെതറോട് കൂടി മഹാഗണി ബേസ് ആയിട്ട് വരുന്ന ഒരു ബെഡാണ് ഈ വരുന്നത്. ഇത് വരുന്നത് ഒരു കിങ് സൈസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ബെഡ് എന്ന് പറയുന്നത് പെപ്സിൻ്റെ ആണ്. ഈ ബെഡ്സ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സുനിദ്രയുടെ വേണോ, ഡ്യൂറോഫ്ലെക്സിൻ്റെ വേണോ, അല്ലെങ്കിൽ പെപ്സിൻ്റെ വേണോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരു ട്രഡീഷണൽ വേയിൽ മഹാഗണിയിൽ തീർത്തിരിക്കുന്ന ഒരു കട്ടിലാണിത്. ഇതിൽ നമ്മൾ അലൈൻ ചെയ്തിരിക്കുന്നത് പെപ്സിൻ്റെ ബെഡാണ്. ഇത് വരുന്നത് ഒരു ക്യൂൻ സൈസ് ബെഡും അതേപോലെ തന്നെ ക്യൂൻ സൈസ് ആയിട്ടുള്ള കട്ടിലാണ്. ഒരു ഗുഡ് സ്ലീപ്പ് ഫോർ ഗുഡ് ഹെൽത്ത് എന്നാണല്ലോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ട്രഡീഷണൽ കട്ടിലാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ക്യൂൻ സൈസ് കട്ടിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ കാണാനായിട്ട് സാധിക്കും ലെതർ സ്റ്റഫിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സുനിദ്രയുടെ ബെഡാണ്, ദ ജോയ് ഫോർ ഗുഡ് സ്ലീപ്പ്. നിങ്ങളുടെ വീടോ പരിസരമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഇതേപോലെ ഡെക്കറേറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളുള്ള ഒരു സ്ഥലം ഡെക്കറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഗുഡ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത് സൂക്ഷിക്കാനാണെങ്കിലും ഇവിടെ നമുക്ക് പുറകിൽ കാണുന്ന പോലെ ഇഷ്ടം പോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് ലൈഫിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഒരുപാട് പ്ലാന്റ്സും ഫ്ലവേഴ്സും എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ചെടികൾ ഇഷ്ടമാണ്, പക്ഷെ ചെടികളെ സംരക്ഷിക്കാനുള്ള സമയമില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ ഇതൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ്, അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലൈഫിൽ നിന്നുള്ള ഈ പ്രൊഡക്ട്സ് എല്ലാം ഉപകാരപ്രദമായിട്ട് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ക്രിസ്റ്റൽ ഐറ്റംസ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റീവ് പീസസും ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഉള്ള ഒരു റൂമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയറിൻ്റെ ലുക്ക് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ എല്ലാ പ്രൊഡക്ട്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്വേറിയംസ് ആണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ് ഓരോ പീസുകളും വരുന്നത്. എന്നെപ്പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഹോം ഡെക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. നമ്മൾ ഇതുവരെ ലൈഫിൽ കണ്ട എല്ലാ പ്രൊഡക്ട്സിനും ഒരു ഭംഗിയുണ്ട്, പക്ഷെ അതിന് അതിൻ്റേതായ ഒരു ഭംഗി കൊടുക്കുന്നത് കസ്റ്റമൈസേഷനിലൂടെയാണ്. എൻ്റെ വീടിന് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണല്ലോ. അതേപോലെ എല്ലാ കസ്റ്റമേഴ്സിനും അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഭൂരിഭാഗം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ലൈഫിലുണ്ട്. സോ ലൈഫ്ലി സ്റ്റൈൽ എവ്രിവെയർ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.